അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ കുറച്ച് ഇന്നലത്തെ വീഡിയോസും പിന്നെ ബാക്കി ഇന്നത്തതും കൂടി ആട്ടോ. ഇന്നലെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് കണ്ണുകൊണ്ട് വയ്യാതായപ്പോൾ പിന്നെ എടുത്തില്ല കേട്ടോ. അപ്പം ഇന്നത്തതും കൂടിയും കൂട്ടി അങ്ങനെ വീഡിയോ ആക്കിയേക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് നല്ല വീഡിയോയിലേക്കാണ് പോവാം. അപ്പം ഇന്നലത്തത് കാണിച്ചു തന്നെ ഓട്ടട കേട്ടോ. രാവിലെ ചായക്ക് ഓട്ടടയേനു. അപ്പം ഇനി ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടീനു. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും തേങ്ങയും കൂട്ടി അരച്ചിട്ട് ചൂടുവെള്ളത്തിലാട്ടോ ഇച്ചിരി സമയം വെച്ചത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ തന്നോളി കേട്ടോ. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ ഓട്ടടയാണ്. അപ്പോൾ ഞാനിത് ഈ ചട്ടിയിലാണ് കേട്ടോ ചൂടുന്നത്. ചട്ടിയിൽ നിന്ന് ഒന്ന് ചുടുമ്പോഴുള്ളൂ കുറച്ചൊരു ഇത്, പിന്നെയൊക്കെ കിട്ടൽ തുടങ്ങി കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ചട്ടി ചൂടായി നിൽക്കുമ്പോഴേ പിന്നെ ഇതൊക്കെ ശരിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടോ. അപ്പോൾ അതാ ഇന്നലത്തെ ഓട്ടടിക്ക് ഉണ്ടാക്കിയത് നമ്മൾ സാമ്പാറാട്ടോ. ഇന്ന് അതിന് വേണ്ടി ഇറച്ചിയാണ്. അപ്പോൾ ഇന്നലത്തെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഓർത്തില്ല. അപ്പോൾ ഞാൻ സാമ്പാറിനില്ലേ പച്ചക്കറികളാണ് ഇട്ടത്. അതൊക്കെ ഓരോന്നാക്കി അരിഞ്ഞ് ഞാൻ കുക്കറിൽ വേവിച്ചാട്ടോ. ഇതെല്ലാം രാവിലെ തന്നെ ഉണ്ടാക്കിക്കണമെന്നാൽ നമുക്ക് അപ്പത്തേക്ക് എടുക്കാമല്ലോ എന്നും പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇന്നലെ സാമ്പാറും ഓട്ടടിയായിരുന്നു. അപ്പം എല്ലാം കൂടിയും കൂട്ടിങ്ങാണ്ട് അതിലുപ്പും പിന്നെ മസാലകളൊക്കെ ചേർത്ത് അങ്ങനെ വെച്ചു. പിന്നെ സാമ്പാറും അപ്പമൊക്കെ റെഡിയാക്കി ഇന്നലെ. അപ്പത്തിന് പിന്നെ കണ്ണ് നമ്മളെ സെൽഹല്ലേ സിലൂട്ട പിന്നെ വ്ളോഗർ, അതിൻ്റെ കണ്ണ് കണ്ടിട്ടില്ല നിങ്ങൾ? എന്നാ പോലെ ആയിക്കണം ഈ ഇടത്തെ കണ്ണുണ്ടോ. ഒന്നും തട്ടിയതോ കടിച്ചതോ ഒന്നും ഓർമ്മയില്ല. പക്ഷേ കണ്ണിൻ്റെ ഉള്ളിനൊരു കുഴപ്പമില്ല. കണ്ണിൻ്റെ പുറം രണ്ട് ഭാഗവും വന്നിങ്ങോട്ട് ഇതായിട്ട് കണ്ണിൻ്റെ ഇവിടെ ചെറിയൊരു കണ്ണുണ്ട് എന്നുള്ളത് അവിടെ ഇങ്ങനെ ഒരു കീറൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നലെ പിന്നെ ഇതൊക്കെ വെച്ച് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഈ കാണിച്ചു തരുന്നത് ഇത് ഇന്നത്തെ രാവിലത്തെ കേട്ടോ. കുറച്ച് ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറിയാക്കി വെക്കാൻ കരുതിയാണ്ട് നമ്മൾ നാടൻ രീതിയിൽ ബീഫ് വെച്ചിക്കട കുറച്ചേ വെച്ചിട്ടുള്ളൂ. ആരും ഇല്ലല്ലോ, ഞങ്ങൾ കുറച്ചാളല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് ആദ്യം ഞാനത് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ ഞാൻ ഉള്ളിയൊക്കെ വാട്ടി ആ പാത്രത്തേക്ക് മാറ്റിയിക്കാം കേട്ടോ. അങ്ങനെയാണ് വെക്കണല്ല, ഒന്നിച്ച് ഇത് ഇട്ടാണ്ടല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ കുക്കറിൽ തീമ വെച്ചിക്കണ്. അപ്പത്തിന് പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ പിന്നെ അതിൽ തന്നെ കുറച്ച് പിന്നെ എന്താ പറയുക ഉലുവയൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തുക കേട്ടോ. കൂട്ടിങ്ങാണ്ട് ഒന്ന് ചതച്ചെടുത്തുക്കാണ്. അങ്ങനെ ഉള്ളി വഴറ്റിയാണ്ട് അതിക്കിട്ടുകയാണ്. അപ്പോൾ ഞാൻ കടുക് വറുക്കണ കൂട്ടത്തിൽ ഉലുവ വറുത്തിട്ടില്ല. ഉലുവ ഞാൻ അതിൽ കൂട്ടിയിട്ടുക കേട്ടോ. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടിയും കൂട്ടിങ്ങാണ്ട് ഇനി നമുക്കിതിൽ മസാലകളൊക്കെ ഒന്ന് കൂട്ടി അതിക്ക് നമുക്ക് വേവിച്ച് വെച്ച ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ ഇറച്ചിക്കറിയാണിന്ന്. പിന്നെ മക്കളൊക്കെ ഇന്ന് വീട്ടിലുണ്ടല്ലോ, ഞായറാഴ്ചയല്ലേ. അതുകൊണ്ട് ഇറച്ചിക്കറിയും കായ്പങ്ങ പാവക്കല്ലേ, അതുകൊണ്ട് ഒരു തോരനും. അത് മക്കൾക്കൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ പിന്നെ കിഴങ്ങ് പൊരിച്ചിക്കുക കേട്ടോ. അപ്പോൾ അതാ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ മുളക് പൊടി ഇതെല്ലാം കൂടിയും കൂട്ടിക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കണില്ല. അത് ഞാൻ ഇറച്ചിയൊക്കെ ഇട്ട് ഒന്ന് വെന്ത് തിളച്ചൊക്കെ വന്നിട്ട് ഇടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് വേവിച്ച് വെച്ച ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
നല്ല ടേസ്റ്റാണ്. ഇതിക്ക് കപ്പ ഉണ്ടെങ്കിൽ കപ്പയും കൂട്ടിയാണ്ടൊക്കെ കഴിക്കുക. പക്ഷെ ഇന്നിപ്പോൾ ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ കണ്ണുകൊണ്ട് സുഖമല്ല. എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കറി വെന്ത് കിട്ടിയെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണിനായതുകൊണ്ടേ വല്ലാത്ത ഒരു കണ്ണ് ശരിക്ക് നീരാത്ത ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പം നമ്മളെ റബീഉൽ അവ്വലൊക്കെ അടുത്തൂല്ലേ? ഈ കുട്ടികൾക്ക് അതിൻ്റെ പരിപാടികളും കാര്യങ്ങളും ഓണം ഒക്കെ ഒപ്പാണ്. ഇപ്രാവശ്യം ഓണം റബീഉൽ അവ്വലൊക്കെ ഒരു ദിവസമാണ്. അങ്ങനെയാണല്ലേ വരുന്നത്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയ വീഡിയോസുകളായിട്ട് ഞങ്ങളിങ്ങനെ വരും ഇടയ്ക്കൊക്കെ. എല്ലാവരും ഒന്ന് കയറി കാണുക. സാധാ വീഡിയോസൊന്നും ഇട്ട് ആരും കാണുന്നില്ല. പിന്നെ ഷോർട്സ് കാണുന്നവർക്കൊക്കെ ഇപ്പോൾ ഇതും കാണാമല്ലോ. അപ്പം അങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെന്ത് തിളച്ചിട്ടാണ് അതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ അതിൻ്റെ രുചിയൊക്കെ മാറും. അങ്ങനെ ഇറച്ചിക്കറിയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ എന്തൊക്കെ ഉണ്ട്? മഴയൊക്കെ ഉണ്ട് എല്ലാവർക്കും? മഴയൊന്നും ഇല്ല, ഇപ്പോൾ വെയിലാട്ടോ. ഇവിടെയൊക്കെ നല്ല വെയിലാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.